കഴിച്ചാണ് തോന്നട്ടാ. അവിടെ കഴിച്ചല്ല വാളയാന്ന് വാള. വാളയല്ലടാ ചാള, എല്ലാം കണക്കന്നെ. പോയാ അമ്പലക്കുളത്തിലാ കഴിച്ചതും ചാളയും വാളയാ. ചാളാന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ചാലക്ക് എങ്ങനെ പേര് വന്നിട്ടുണ്ടാവുക? ചാല എടാ ഒന്നും അറിയില്ല. നമ്മൾ ചാല നാരായണല്ലേ, ഓരോ കുടുംബ പേര് ഇവിടെ കൊടുത്തിയാന്ന്, അങ്ങനെയാന്ന് ചാലാന്ന് ഇവിടെ പേര് വന്നു. ഇന്ന് അറിയില്ലല്ലേ? പിന്നെ തിരുവനന്തപുരത്തും ചാലയുണ്ട്, കോഴിക്കോടും ചാലയുണ്ട്. തപ്പി നോക്കിയാലേ കേരളം മൊത്തം ചാല കിട്ടും. ഇനി ഇതെല്ലാം നാരായണേട്ടൻ അറിയോളി. എടറീത്തെ നീ വെറുതെ നാരായണ ഇതിൽ കൊണ്ടേ പിടിച്ചിട്ടുണ്ടേ. നമ്മൾ ഈ ചാലക്ക് വലിയൊരു ചരിത്രമുണ്ട്. ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രദേശം ഉണ്ടല്ലോ, നമ്മൾ ഈ നിൽക്കുന്ന ഒരു പ്രദേശം നമ്മുടെ എന്താ പറയുക ബ്രാഹ്മണന്മാരുണ്ടല്ലോ, ആ ബ്രാഹ്മണന്മാർ ഈ യാഗം ഇതെല്ലാം നടത്തുന്നില്ലേ, ആ യാഗം നടത്തുന്ന ഒരു പർണശാല സെറ്റപ്പിലുള്ള ഒരു സ്ഥലമായിരുന്നു. ഈ പർണശാല എന്ന് പറയുമ്പോൾ അറിയാലോ, വലിയ സെറ്റപ്പാണ്. അപ്പം അങ്ങനെ നിൽക്കുന്ന ഒരു പർണശാലേൻ്റെ ആ ഒരു ശാലയുണ്ടല്ലോ, ആ ശാല ഇങ്ങനെ മാറി മാറി എന്താ പറയാ ലോപിച്ച് എന്നെല്ലാം പറയില്ലേ, നമ്മളെ ഗംഗാരം ഭാഷ ലോപിച്ച് അതന്നെ അതന്നെ ലോപിച്ചിട്ടാണ് ശാലയായത്. അതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം.